ഞാനൊരു ക്ലിപ്പ് കാണിക്കാം, അത് നിങ്ങളൊന്ന് കാണണം. അയണ്ടോം ഇസ്രായേലിനെ കാക്കും. അതുകൊണ്ടല്ല രാജ്യങ്ങളെ വെല്ലുവിളിക്കുന്നത്. വായിക്കാം മോളെ, യെശയ്യാ പ്രവചനം 31:5 വാക്യം. അയണ്ടോം ഇസ്രായേലിനെ കാക്ക്. യെശയ്യാ പ്രവചനം 31 5 വാക്യം വായിച്ചാട്ടെ. പക്ഷി ചുറ്റിപ്പറന്ന് കാക്കുന്നത് പോലെ, പക്ഷി ചുറ്റിക്കറന്ന് കാക്കുന്നത് പോലെ സൈന്യങ്ങളുടെ യഹോവ യെരൂശലേമിനെ കാത്തുകൊള്ളും. മതി മക്കളെ, കരമുയർത്തുന്നവർക്ക് ഇതിന്റെ പേര് അയണ്ടോ. പെന്തിക്കോസുകാരോട് ഞാൻ ഉൾപ്പെടെ നിൽക്കുന്ന ഗോളത്തിൽ പറയാനുള്ളത്, ആവശ്യമില്ലാതെ ഏതെങ്കിലും തുണ്ടോ വാക്കോ എടുത്ത് നിങ്ങൾ ഈ MBFT ഏത് FT ആയാലും എനിക്ക് വിരോധമില്ല, പച്ചക്കിട്ട് കഴിഞ്ഞാൽ ദൈവത്തിന്റെ ന്യായവിധി നിന്റെ തലമുറകളെ ദൈവം വിടത്തില്ല. ന്യായം വിധിക്കുന്ന ദൈവം നിന്റെ തലമുറകളെ തീർത്ത് കളയും. സ്വോത്രം. നിന്റെ തലമുറകളെ ന്യായം വിധിക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം. ഓക്കെ, എല്ലാവരും ഈ ക്ലിപ്പ് കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. വളരെ വിവാദപരമായ ഒരു ക്ലിപ്പാണ്. നമുക്കറിയാം, ഈ ദൈവദാസനെ സാജു ചാത്തനു എന്ന് പറയുന്ന ദൈവദാസൻ അനേക പ്രസംഗവേദിയിൽ പ്രസംഗിക്കുന്ന ഒരു ദൈവദാസനാണ്. പ്രത്യേകിച്ച് അവസാന കാലഘട്ടത്തെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം, ദാനിയേൽ പുസ്തകം, യെഹെസ്കേൽ പുസ്തകം എന്ന പുസ്തകങ്ങളെ കേന്ദ്രീകരിച്ച് പ്രസംഗിക്കുന്ന ഒരു വ്യക്തിയാണ്. വളരെയധികം സുപരിചിതനാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു ദൈവദാസനാണ്. വളരെ പ്രാഗൽഭ്യത്തോടുകൂടി പ്രസംഗിക്കുന്ന ഒരു ദൈവദാസനാണ്. കാരണം ഇന്നത്തെ ദൈവദാസന്മാരെല്ലാവരും പലരും എന്തിനാ പ്രസംഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടേതായ ഒരു ബിസിനസ് മൈൻഡ് അതിൻ്റെ അകത്തുണ്ട്. ബിസിനസ് മൈൻഡ്, പേര് കിട്ടാൻ വേണ്ടി, അങ്ങനെ ഒരു മാനുഷികമായ മൈൻഡുകൾ പലർക്കുമുണ്ട്. എന്നാൽ ഈ ദൈവദാസനെ കുറിച്ച് എനിക്ക് ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അങ്ങനെ ഒരു കാര്യം അദ്ദേഹത്തിനില്ല. കുറേ കാര്യങ്ങൾ മാനുഷികമായ കാര്യത്തിന് വേണ്ടിയല്ല അദ്ദേഹം പ്രസംഗിക്കുന്നത്, ദൈവികമായ കാര്യത്തിന് വേണ്ടി ആത്മാർത്ഥതയോടെ പ്രസംഗിക്കുന്ന ഒരു മനുഷ്യനാണ്. പക്ഷേ ഇദ്ദേഹത്തിന് കുറച്ച് കാലങ്ങളായി ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കുന്ന വ്യക്തിയെ കഴിഞ്ഞ വർഷം നിലമ്പൂർ വന്നപ്പോൾ, നിലമ്പൂരിൽ ഞാൻ വളരെ കുറച്ച് പേരെ ഉള്ളായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ. എന്നാലും 3 ദിവസം വെച്ച ആ ഒരു കൺവെൻഷനിൽ 3 ദിവസം ഞാൻ പോയി പങ്കെടുക്കുവാൻ, അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കുവാനിടയായി. എനിക്ക് വളരെ താല്പര്യമാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം. പക്ഷേ അന്നും ഇന്നും ഞാൻ ചിന്തിക്കുന്നൊരു കാര്യം ഇങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ഏറ്റവും വലിയ നല്ല കാര്യമെന്ന് പറയുന്നത് ആളുകൾക്ക് ഒരു മാനസാന്തരത്തിൻ്റെയോ അല്ലെങ്കിൽ ദൈവികമായ ഒരു കർത്താവിൻ്റെ വരവിനെ കുറിച്ചുള്ള ഒരു ചിന്തയൊക്കെ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസംഗങ്ങളാണ് അദ്ദേഹം ചെയ്യുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ചില വ്യാഖ്യാനങ്ങൾ പലപ്പോഴും എനിക്ക് തെറ്റായി തോന്നിയിട്ടുണ്ട്. 100% ശരിയല്ല. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിൻ്റെ 70% മാത്രമേ, അല്ലെങ്കിൽ ഒരു 60% മാത്രമേ ശരിയെന്ന് എനിക്ക് പറയാൻ കഴിയത്തുള്ളൂ. ബാക്കി 40% അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനമാണ്. അതൊരിക്കലും ശരിയല്ല. ആ വ്യാഖ്യാനത്തോടുള്ള ബന്ധത്തിലാണ് ഇപ്പോൾ ഒരു തെറ്റ് സംഭവിച്ചിരിക്കുന്നത്. ഒരു പക്ഷി പറക്കുന്നത് പോലെ പറന്ന് യെരൂശലേമിനെ കാക്കുന്ന സൈന്യങ്ങളുടെ ദൈവമായ യഹോവ, ഇതാണ് അയൺ ഡോം, ഇസ്രായേലിൻ്റെ പ്രതിരോധ നൂതന സാങ്കേതിക വിദ്യയായ അയൺ ഡോം ഇതാണെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുക. എന്നാൽ കോണ്ടസ്റ്റ് നമുക്കറിയാം, ദൈവത്തിൻ്റെ സാന്നിധ്യം എവിടെയാണോ വരുന്നത് അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും എന്നുള്ളതാണ് അതിൻ്റെ കോണ്ടസ്റ്റ് എന്ന് പറയുന്നത്. അല്ലാതെ അതൊരു അയൺ ഡോമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നൂതന സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ച ഇസ്രായേലിൻ്റെ എന്തെങ്കിലും ഒരു യുദ്ധ സാമഗ്രിയോ ഒന്നുമല്ല. അത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണെന്ന് വ്യക്തമായി നമുക്കെല്ലാവർക്കും തിരിച്ചറിയുന്നതാണ്. അതിനെ ചോദ്യം ചെയ്ത് ചിലർ ആ വ്യാഖ്യാനം തെറ്റാണെന്ന് പറഞ്ഞതാണ് അദ്ദേഹത്തിനെ വളരെയധികം പ്രകോപിപ്പിച്ചത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ ചെറിയ വീഡിയോകൾ എടുത്ത് നിങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ, ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും നിങ്ങളുടെ തലമുറകളും ന്യായവിധിയുടെ കീഴിൽപ്പെടുമെന്ന് അദ്ദേഹം ശപിക്കുക. ഈ ശാപവാക്കും വളരെയധികം വിവാദമായി. ഒരു ദൈവദാസനെ സംബന്ധിച്ച് അങ്ങനെ ഒരു ശാപവാക്ക് പറയേണ്ട ഒരു കാര്യമില്ല എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. ഏത് അടിസ്ഥാനത്തിലാണ് നമ്മൾ വചനം പ്രസംഗിക്കേണ്ടത്? അവിടെയാണ് ഈ തെറ്റുപറ്റുന്നത്. ഇന്നത്തെ സമകാലിക ലോകത്തിൽ പ്രസംഗിക്കുന്ന അനേക പ്രാസംഗികരുണ്ട്. പക്ഷേ നമ്മൾ എത്ര പ്രസംഗിച്ചാലും, നമ്മളൊക്കെ പ്രസംഗിക്കുന്നതിന്
ഒരു 4-5 മണിക്കൂർ, പ്രത്യേകം കൺവെൻഷൻ പ്രസംഗിക്കുന്നവർ 4-5 മണിക്കൂർ വർക്കൗട്ട് ചെയ്ത് വളരെയധികം നോട്ടൊക്കെ തയ്യാറാക്കിയാണ് അവർ പ്രസംഗിക്കുന്നത്. എന്നാൽ ഈ പ്രസംഗിക്കുന്ന വിഷയവും അവരുടെ ജീവിതവും തമ്മിൽ ആദ്യം ചേർച്ചയുണ്ടോ എന്ന് പരിശോധിച്ചിട്ട് വേണം പ്രസംഗിക്കാൻ. അല്ലാഞ്ഞാൽ പറ്റുന്ന പാകപ്പിഴവെന്ന് പറയുന്നത്, എന്നാലും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് നമ്മുടെ പ്രവൃത്തി വേറെയും പ്രസംഗിക്കുന്ന വചനം സത്യവുമാകിയാൽ നമ്മൾ പ്രസംഗിക്കുന്ന ആ പ്രസംഗത്തിലുള്ള വചനങ്ങൾ തമ്മിൽ ഇണചേരില്ല. അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അനേക വേദികളിൽ നമുക്ക് അങ്ങനെ ചിലതിനൊക്കെ മറച്ച് പ്രസംഗിക്കാം. എന്നാൽ ഒരു വേദിയെങ്കിലും നമ്മുടെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടുത്തും. അത് നമ്മുടെ ജീവിതത്തിൽ വലിയ തകർച്ചയും മാനക്കേടും ഉണ്ടാക്കുന്ന കാര്യങ്ങളുണ്ടാകും. ഇന്ന് പല പ്രാസംഗികരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു പാകപ്പിഴവാണ് ഞാൻ പറഞ്ഞത്. ജീവിതത്തിൽ അടിസ്ഥാനമില്ലാതെ നമ്മളൊരു വിഷയം എടുക്കണമെങ്കിൽ സത്യം എന്നൊരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ പ്രസംഗിക്കുന്നത്, അല്ല മാതൃക അല്ലെങ്കിൽ വിശുദ്ധിയെക്കുറിച്ചാണ് നമ്മൾ പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധിയും മാതൃകയും സത്യവും ഇല്ലെങ്കിൽ നാം ആ വിഷയത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ പ്രസംഗ വിഷയത്തിന്മേൽ ഉള്ള ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ നമ്മളെ ശിക്ഷ വിധിക്കും. ഇവിടെ പ്രശ്നം വന്നതും അത് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ പലതും തെറ്റാണ്. പക്ഷെ എനിക്ക് വളരെ ഇഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം. ആ വ്യാഖ്യാനങ്ങൾ തെറ്റെന്നറിഞ്ഞിട്ട് പോലും ഞാനത് കേൾക്കാറുണ്ട്. കാരണം ഞാൻ വിമർശിക്കാറില്ല. കാരണം അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തിയൊന്നും നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വിമർശിക്കാറില്ല. പക്ഷേ അദ്ദേഹം പറയുന്ന തെറ്റുകൾ എനിക്കിപ്പോൾ അതിനെക്കുറിച്ച് വീഡിയോ ഇടാൻ തോന്നിയതിൻ്റെ കാരണം അദ്ദേഹം പറഞ്ഞ വ്യാഖ്യാനത്തോടുള്ള ബന്ധത്തിലല്ല, അദ്ദേഹം അവസാനം ചെയ്ത ആ ഒരു ശാപവാക്കുകളോടുള്ള ബന്ധത്തിലാണ്. അതൊരിക്കലും അദ്ദേഹം ചെയ്യരുത്. കാരണം അദ്ദേഹം ഒന്ന് ചിന്തിച്ചാൽ മതി അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനം തെറ്റാണെന്ന്.